ഇതെന്താണ് വെച്ചാൽ നേരം വെളുപ്പിനെ വന്ന് പാത്രം തേക്കണം. പോയി കിടന്ന് ഉറങ്ങുമ്പോഴേ നേരം വെളുത്തിട്ടില്ല. കൊച്ചു വല്ല സ്വപ്നത്തിൽ വേണം. പോച്ചമ്മേ പാത്രം കഴിയാൻ സമ്മതിക്കല്ലേ? അല്ല അച്ഛമ്മ ഇന്ന് രാവിലെ എവിടെയോ പോണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച പാത്രം ഉള്ളതെല്ലാം കഴുകി വെക്കാം. ആണോ? പാത്രം കഴിയണം അപ്പൊ. ശരി, കഴുകും. ഇതെന്താ? ഏതായാലും കഴിയല്ല, അങ്ങോട്ട് കഴുകും എന്നും പറഞ്ഞു. ഇവിടെ നല്ല കല്യാണ പരിപാടി നടന്ന കൊച്ചിന് വിഷമായ മാറ അച്ചമ്മ കഴിക്കൂ. കുഴപ്പമില്ല, ഞാൻ കഴിക്കോളാം. എന്നാ ഞാൻ മണ്ണൊന്ന് വെട്ടിയിട്ടെ കേട്ടാ. കഴുകി കഴിഞ്ഞ അത് നമ്മുടെ വലിയ അച്ചാറിടുന്ന ഉരുളിയില്ലേ, അതുകൂടി ഒന്ന് കഴുകി വെക്ക്. എടി ഞാൻ മഞ്ഞില്ലടി. ഓ ഇപ്പൊ തന്നെ ഇവിടുത്തെ എല്ലാ പാത്രവും കണ്ട അച്ചാമ്മ കഴിച്ചു. ഇനി ലുലുമാളിലും കൂടി പോണ കാര്യം പറയണെങ്കിൽ അച്ചാമ്മയുടെ ഇരിക്കുന്ന തൂമ്പെടുത്ത് എൻ്റെ കയ്യിൽ തരും. എന്നിട്ട് ഇവിടുത്തെ സെങ്ങിന് മൊത്തം കിളക്കാനും പറയും. ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. ശരിയെന്നാ. ഗ്ലാസ് ഇവിടെ ഇരുന്ന് ചായ കുടിച്ച ഗ്ലാസ് എന്തേ? അത് ഞാൻ എടുത്ത് കഴുകി വെച്ച്. കഴുകിയാ? അല്ല അച്ചാമ്മക്ക് സൊസൈറ്റി പോണെന്ന് പറഞ്ഞിട്ട് പോണില്ലേ? പോണം, കുറച്ച് ചായ ഉണ്ടാക്കിട്ട് വേണം പോകാൻ. അതിന് അച്ചാമ്മ പൊക്കും ഞാൻ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാം. അച്ചാമ്മ കിട്ടിയപ്പോ മതിയാ? അത് കുറെ നേരം കറക്കണ്ടേ വെച്ച്. അത് ഞാൻ കറിയിക്കോളാം. അതിനെന്താ? അച്ചാമ്മ പൊക്കോ. എന്തോ പണി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇത്രയും വെള്ളം? ഇടിയപ്പം ഉണ്ടാക്കാൻ ഇത്രയും വെള്ളം? അല്ല ചമ്മ കുളിക്കാൻ പോണില്ല, വേണമെങ്കിൽ ബാക്കി എടുത്ത് കുടിച്ചോ. ഞാൻ ഉണ്ടാക്കണ ഇടിയപ്പമല്ല, ഇത് കുറുക്കായിരിക്കും.
എന്താ ആയില്ലേ? ഇപ്പൊ കഴിയും. തുറന്നു തരുവാ. പിരിവെട്ടിരിക്കാൻ തോന്നുന്നു. ആരുടെ? നിന്റെ? നിന്റെ അല്ല, പുറത്ത്. ഞാൻ സൊസൈറ്റി പോയി വരുമ്പോഴേ ഇച്ചിരി താമസിക്കും. കൊച്ചിന് വെട്ടാൻ ഇഷ്ടമുള്ള മീൻ ഏതാന്ന് വെച്ചാൽ ഇച്ചിരി മേടിച്ച് കറി വെക്ക് കേട്ടാ. എനിക്ക് മീൻ വേണമെന്നില്ല ചമ്മ, നമുക്ക് പച്ചക്കറി വല്ലതും വാങ്ങിച്ചു കൂട്ടാം. ഏറ്റവും കൊച്ചേ എനിക്ക് ഇച്ചിരി മീൻ ചാറ് വേണം. കൊച്ചിന് വേണ്ടെങ്കിൽ വേണ്ട, അച്ചമ്മക്ക് എന്തെങ്കിലും രണ്ടെണ്ണം മേടിച്ച് കറി വെച്ച്. ഒന്ന് വേഗം, എനിക്ക് പോണേ. കാലത്തെ ചെല്ലണ്ടാണ്, അല്ലാണ്ട് ഉച്ചക്ക് ചെല്ലാനല്ല പറഞ്ഞ. ആ ധൃതി വെക്കല് ഉണ്ടാക്കി തരാം. ചമ്മ പോകാൻ ധൃതിയായിട്ട് നിൽക്കണല്ലേ? ആ പിന്നല്ലേ. നമുക്ക് ഒന്ന് പെട്ടെന്ന് അരച്ചിട്ട് വന്നേ, തണുത്തിട്ട് അരച്ചാ മതിയേ. അരച്ചിട്ടുണ്ട്, വേഗം റെഡിയാക്ക്. അതിപ്പോ റെഡി ആയാലും അച്ചാമ്മ അരക്കാൻ പോയിട്ട് എത്ര നേരം ഞാൻ അച്ചാമ്മനെ നോക്കി നിൽക്കണായിരുന്നു. അച്ചാമ്മ ആ തക്കാളി ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ, പെട്ടെന്ന് പോണെങ്കിൽ മതി. പോയെടുക്കടി, കഴിയല്ല. കറി റെഡിയാ. അച്ചാമ്മ ഇടിയപ്പം എടുത്തു. നാളെ കടയിലേക്ക് പോരി. മുട്ടക്കറി വെക്കാൻ ഒരാളില്ലാഞ്ഞിട്ട് ഞാൻ തിരക്കിയിരിക്കും. നാളെ കടയിലേക്ക് പോരും, മുട്ടക്കറി വെച്ച് കൊടുക്കാം. കൊള്ളാം. അച്ചമ്മ വെക്കുന്ന പോലെ ഞാൻ വെച്ച. പിന്നെ ഉണ്ടല്ലോ അച്ചാമ്മ, നാളെ ഞാൻ അമ്മൂൻ്റെ കൂടെ ലുലുമാളി പോയിക്കോട്ടെ. എന്ന്? നാളെ. ആലോചിക്കാം. എന്താ ആലോചിക്കാന്ന്? അച്ചാമ്മ എന്നെ ആലോചിച്ചിട്ടാണ് സൊസൈറ്റിയിലൊക്കെ പോണത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ പോ, ഞാനിവിടെ ഇരിക്കാം. നാളെ നിന്നിവിടെ നിർത്തിയിട്ടൊന്ന് ആ സർലയുടെ മാൾ പ്രസവിച്ച് അമ്മേനും കുഞ്ഞിനൊന്ന് കാണാൻ പോകുന്നു. അവളുടെ അടുത്ത് കുറ്റം പറഞ്ഞു. ഒന്നുമില്ല, നാളെ എന്തായാലും ഞാൻ പോകും. നീ പോകും. പിന്നെ ആ നമുക്ക് സർലയുടെ മോളെ കാണാൻ പോണതിനൊന്നും പ്രശ്നമില്ല, ഞാൻ പോയാലാ പ്രശ്നം. പൊക്കോ. മറ്റന്നത്തോളം വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യണം. അത് കൊള്ളാം. പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാ പണി ചെയ്യാനെടുത്ത?